ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദച്ചു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഈ മുടിയൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നേ? ദേ മുഖത്ത് പാട്. എന്താ എന്താ പറ്റിയേ? ശ്രീറാമിൻ്റെ കൈപ്പിടിയിൽ നിന്നും വിട്ടുനിന്ന് ഗോപിക ദയയുടെ വലത് കവിളിൽ കൈ ചേർത്ത് വേവലാതിയോടെ ചോദിച്ചു. അവളിൽ മറ്റെന്തിനേക്കാളുമേറെയായി ദയയോടുള്ള കരുതലും സ്നേഹവും മുറ്റിനിന്നു. ദയ കഴിഞ്ഞുപോയ നിമിഷങ്ങളെ ഓർത്തു. നെഞ്ചിൽ വീണ്ടും സങ്കടം ഉരുണ്ടുകൂടി. അവളൊന്ന് ഏങ്ങി ഗോപികയെ മുറുകെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു. കാര്യം എന്തെന്നറിയാതെ എല്ലാവരും അവർക്ക് ചുറ്റും കൂടി. എന്താ കുട്ടിയെ, എന്തിനാ നീ കരയണേ? പ്രഭാകരവർമ്മ അവൾക്കരികിൽ നിന്ന് അവളുടെ നെറുകയിൽ തഴുകി അലിവോടെ ചോദിച്ചു. ആരോ ആരോ 2 പേര് വന്നെന്നെ. ഞാൻ സിദ്ധേട്ടനാണെന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ ഈ സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ. എണ്ണിപ്പെറുക്കി പറഞ്ഞവൾ വീണ്ടും വീണ്ടും ഗോപികയെ മുറുകെ പുണർന്നേങ്ങലടിച്ചു. ഗോപിക സിദ്ധാർത്ഥിന് പിറകിൽ നിൽക്കുന്ന രവീന്ദ്രനെ രൂക്ഷമായി തുറച്ചു നോക്കി. അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് കരുതി സിദ്ധാർത്ഥ് മുഖം താഴ്ത്തി. രവീന്ദ്രനാകട്ടെ ഗോപികയുടെ നോട്ടത്തിൻ്റെ പൊരുൾ മനസ്സിലാകാതെ നിന്ന് വെപ്രാളം പൂണ്ടു. പറഞ്ഞതല്ലേ ഞാൻ ഇവളെ ഇവിടെ തനിച്ചാക്കി പോകണ്ടെന്ന്. അപ്പോൾ ആരും കേട്ടില്ല. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അല്ലെങ്കിൽ ഇവൾക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കൊക്കെ എന്താ അല്ലേ? ഗോപിക ശബ്ദമുയർത്തി. മോളിങ്ങനെ ഒച്ചയെടുക്കണത് എന്തിനാ? അത് വല്ല കള്ളന്മാരുമായിരിക്കും. അല്ലെങ്കിലും ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുമ്പോഴേക്ക് ഇവളെന്തിനാ തുറന്നു കൊടുക്കാൻ പോയത്? ഇനി വന്നവന്മാർ ഇവളുടെ കാമുകന്മാരെങ്ങാനും ആയിരുന്നോന്ന് ആർക്കറിയാം. എന്തായാലും തന്തയുടെ സ്വഭാവ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ദേയ്ക്ക് തൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. ചുറ്റും കൂടി നിന്നവർക്ക് മുന്നിൽ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ. ആരുമില്ലാത്ത നേരത്ത് അന്യപുരുഷന്മാർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്നൊരു മോശപ്പെട്ട പെണ്ണായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ അപമാനിക്കാൻ മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തത്? എന്തിനിവർ ഒന്നും അറിയാത്ത പാവം തൻ്റെ അച്ഛനെ പോലും പഴി പറയുന്നു? ദേയ്ക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. നിർത്തിക്കോ നിങ്ങൾ. ഇനി ഇവളെക്കുറിച്ചൊരു വാക്ക് മിണ്ടിയ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഇതിലും മോശമായി സംസാരിക്കാൻ അറിയാം ഗോപികയ്ക്ക്. സാവിത്രിക്ക് നേരെ വിരൽ ചൂണ്ടി അവൾ ആക്രോശിച്ചു. ക്രോധത്തിൻ്റെ കാഠിന്യത്താൽ അവളുടെ വിരൽത്തുമ്പ് പോലും വിറപൂണ്ടു. ഗോപികയുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരക്ഷരം മിണ്ടാനാകാതെ സാവിത്രി വിറങ്ങലിച്ചു നിന്നു. മുഖം വിവർണമായി. വേണ്ട ഗോപികെ, വഴക്കിടല്ലേ. ഗോപികയെ പിടിച്ച് ദയ അവളെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അവൾ ഉരുവിടുന്ന ഓരോ വാക്കിനും നരികേണ്ടി വരുന്നത് താനായിരിക്കുമെന്ന് ദയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ദയ കൂട്ടിപ്പിടിച്ച കൈകളെ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞ് ഗോപിക സാവിത്രിക്കരികിൽ ചെന്നു നിന്നു. തന്തയുടെ തനി സ്വഭാവം കാണിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ വന്നവരെ നിങ്ങളുടെ മോളുടെ കാമുകന്മാരായിരിക്കും. അല്ലെങ്കിൽ ആ നിൽക്കുന്നവനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ പറഞ്ഞു വിട്ടതായിരിക്കും ഇവൾ ഉപദ്രവിക്കാൻ. ഇവൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ആവശ്യമാണല്ലോ. അവൾ തുറന്നടിച്ച് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് നടുങ്ങി. രവീന്ദ്രൻ ഭീകരമായി ഞെട്ടിയെങ്കിലും തൻ്റെ പതർച്ച പുറത്തു വരാതിരിക്കാനായി എപ്പോഴത്തെയും പോലെ നിഷ്കളങ്കതയുടെ മൂടുപടമണിഞ്ഞ് എല്ലാവരെയും നോക്കി നിരാശ നടിച്ചു. ഗോപു, മതിയാക്ക്. ശേഖരൻ ശാസനയോടെ കടുപ്പിച്ച് പറഞ്ഞതും ഗോപിക കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന അമർഷമടക്കി. എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? പ്രായത്തിന് മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അവൾ പറയട്ടെ അങ്കിൾ, അവൾക്ക് പറയാനുള്ളത് പറയട്ടെ. ശ്രീറാം വാക്കുകളിലൂടെ അവൾക്ക് ഊർജം നൽകി. ആത്മബലത്തിനായി ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു ഗോപികയ്ക്ക്. അവൾ ശേഖരന് അഭിമുഖമായി നിന്ന് തീർത്തും ഗൗരവത്തോടെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അച്ഛൻ ഇത് പറയുമായിരുന്നു? വല്യമ്മ നേരത്തെ പറഞ്ഞ വാക്കുകൾ എന്നെക്കുറിച്ചായിരുന്നെങ്കിൽ അച്ഛൻ ഇതുപോലെ പ്രതികരിക്കാതെ നിൽക്കുമായിരുന്നോ? ശേഖരൻ ഉത്തരമില്ലാതെ വിയർത്തു. അതിനുമപ്പുറം എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും അതൊന്നും സ്വീകാര്യമാകില്ലെന്ന് അയാൾക്ക് തന്നെ തോന്നിക്കാണണം. സ്നേഹം വാക്കുകളിൽ മാത്രം ഉണ്ടായാൽ പോരാച്ച, പ്രവൃത്തികളിലും വേണം. കൈലാസിലേക്ക് കടുപ്പിച്ചൊരു നോട്ടം എറിഞ്ഞവൾ വെട്ടിത്തിരിഞ്ഞ് ദയയെയും വലിച്ച് അകത്തളത്തിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് പ്രവേശിച്ചുടനെ ഗോപിക ദയയെ തൻ്റെ കിടക്കയിൽ പിടിച്ചിരുത്തി അവളുടെ കൈയും മുഖവുമെല്ലാം പരിശോധിച്ചു. ദയയുടെ മുഖത്തെ തിണർത്ത പാടുകൾ കാണുകെ ഗോപികയ്ക്ക് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു. അവരൊരുപാട് ഉപദ്രവിച്ചു. ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ദയയ്ക്ക് അവളോട് അളവിൽ കവിഞ്ഞ സ്നേഹം തോന്നി. ഗോപികയെ നോക്കി ഇല്ലെന്ന തലയണയ്ക്ക് ദയ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പി. എന്തിനാണ് ഇത്ര സങ്കടമെന്നറിയില്ല. വർഷങ്ങളായി കിട്ടാതിരുന്ന കരുതലും സ്നേഹവും കരുണയുമെല്ലാം അനുഭവിക്കുമ്പോഴുള്ളൊരു നൊമ്പരം, സുഖമുള്ളൊരു നോവ്. ഇന്നിവിടെ കിടന്നാൽ മതി നീ. വേണ്ട,
ഞാൻ മര്യാദയ്ക്ക് ഇവിടെ കിടന്നോ? ഗോപിക മിഴികൾ കൂർപ്പിച്ച് ദയയെ നോക്കി. എഴുന്നേൽക്കാൻ തുടങ്ങിയ ദയ ആ നോട്ടത്തിൽ പതറി കിടക്കയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പിന്നീട് ഇടം കണ്ണാലെ ഗോപികയെ ഒന്ന് നോക്കി കട്ടിലിനോരത്തായി പറ്റിക്കൂടി കിടന്നു. നേർത്ത പുഞ്ചിരിയോടെ മുറിയിലെ വെട്ടം കെടുത്തി തൊട്ടപ്പുറത്തായി ഗോപികയും. ചായ്പിലെ തൻ്റെ മുറിയിൽ മഹാലക്ഷ്മിയുടെ മടിയിൽ മുഖം പൊഴുത്തി കിടക്കുകയായിരുന്നു ശ്രീറാം. അമ്മയുടെ വിരലുകൾ വളരെ പതിയെ അവൻ്റെ നീളൻ മുടിയിഴകളിലൂടെ ഊർന്നിറങ്ങുന്നുണ്ട്. അമ്മയ്ക്കെങ്കിലും പറയാമായിരുന്നു ആ കുട്ടിയെ ഇവിടെ തനിച്ചാക്കണ്ടെന്ന്, അതും രാത്രിയിൽ. ഗോപു പറഞ്ഞതുപോലെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ. അസ്വസ്ഥതയോടെ തലയൊന്നു കുടഞ്ഞ് ശ്രീറാം മെത്തയിൽ എഴുന്നേറ്റിരുന്നു. രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ച് തൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ പെണ്ണിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. താങ്ങാനാകാത്ത വിധം ഭാരം നെഞ്ചിൽ കെട്ടിക്കിടക്കുന്നത് പോലെ. ശരണും ഞാനും പറയാനിരുന്നതാ ശ്രീ. പിന്നെ അവരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ലല്ലോ. ശ്രീറാം അമർത്തിയൊന്ന് മൂളി ജനലരികിലേക്ക് നീങ്ങി നിന്നു. കണ്ണൻ ആ കുട്ടി ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നവൻ പറഞ്ഞു. ഗോപു പറയണ്ടായി. പാവം കുട്ടിയായിരുന്നു. ഇവിടെയുള്ളവർ അതിനെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണോ അതിങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? പോകാൻ വേറെ ഒരിടമില്ലാത്തതുകൊണ്ടാവും. കണ്ണൻ അതിനെ കൂടെ കൂട്ടിയാൽ ഞാൻ നോക്കിക്കോളായിരുന്നു, എൻ്റെ മോളെപ്പോലെ. ആരാ നോക്കണ കാര്യമാണ് മഹിയമ്മേ? ആ വന്നോ വായാടി. ഇന്നലെ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞതെന്ന് മഹിയമ്മയുടെ കുട്ടിക്ക് വല്ല ബോധ്യമുണ്ടോ? കൂട്ടു നിൽക്കാൻ ഒരു ഏട്ടനോ? എൻ്റെ ഏട്ടനല്ലേ? ഗോപിക ഓടിച്ചെന്ന് ശ്രീറാമിനെ പിറകിലൂടെ പുണർന്നു, അത്രയേറെ അധികാരത്തോടെ, സ്വാർത്ഥതയോടെ. വിട്ടോ, ഈ സീസണൽ സ്നേഹം എനിക്ക് വേണ്ട. തൻ്റെ ശരീരത്തിൽ മുറുകിയിരുന്ന ഗോപികയുടെ കൈകൾ അടർത്തി മാറ്റി ശ്രീറാം അല്പം അകന്നു നിന്നു. ആ മുഖത്താവോളം പരിഭവം നിറഞ്ഞിരുന്നു. അത് ഗോപിക ശ്രദ്ധിക്കുകയും ചെയ്തു. ഞാനൊന്നും ചെയ്തില്ലല്ലോ ഏട്ടാ. അവൾ കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഇല്ലേ, ഇന്നലെ എന്നെ കണ്ടപ്പോൾ എന്തായിരുന്നു സ്നേഹം? എന്നിട്ട് അവസാനം ആ അലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ ഒരൊറ്റ പോക്ക്. അമ്മയ്ക്ക് കേൾക്കണോ? ഒരിക്കൽ റെക്കോർഡിങ്ങിൻ്റെ തിരക്കിൽ പെട്ട് നിൽക്കുന്ന നേരത്ത് ഞാനില്ലാത്ത സമയം ഉണ്ടാക്കി ഇവളെ വിളിച്ചു. അപ്പം ഇവള് പറഞ്ഞത് എന്താണെന്നറിയാമേ? ഇവള് വെറുതെ വിടാൻ. അതിനർത്ഥം എന്താമ്മേ? ഞാൻ ശല്യാണെന്നല്ലേ? അത് ഞാൻ സോറി പറഞ്ഞതാ മഹിയമ്മേ. ഓ, എനിക്ക് കേൾക്കേണ്ട രണ്ടാളുടെയും പരാതി. അവസാനം ഏട്ടിനും അനിയത്തി ഒന്നാകും, ബാക്കിയുള്ളവർ പുറത്തും. എന്താ ചായിക്കോളൂ, ഞാൻ പോണു. സാരിത്തല പൊന്നുകൂടെ മടക്കി ചുമലിലേക്കിട്ട് മഹാലക്ഷ്മി ഇരുവരെയും നോക്കി മുറിക്ക് പുറത്തേക്ക് കടന്നു. മുറിവാതിൽക്കൽ തല കുനിച്ച് ദയ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടവരൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ ഗോപികയുടെ കൂടെ. പറയുന്നതിനോടൊപ്പം ദയയുടെ കണ്ണുകൾ അകത്ത് ശ്രീറാമുമായി വാക്കുപോര് നടത്തുന്ന ഗോപികയെ തേടിയെത്തി. ആ, ഗോപുവിന് കുട്ടീനെ നോക്കണ്ട. അവരേട്ടനും അനിയത്തി അടിപിടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് സമയം ഒരുപാടാകും. കുട്ടി വരൂ. പുഞ്ചിരിയോടെ ദയയുടെ ഉള്ളം കൈയിൽ കൈ ചേർത്ത് മുന്നോട്ട് നടന്നു മഹാലക്ഷ്മി. എന്തുകൊണ്ടോ ദയയ്ക്ക് അവരുടെ കൈകളെ നിരസിക്കാൻ തോന്നിയില്ല. അവളും അവർക്കൊപ്പം ചലിച്ചു. മഹാലക്ഷ്മി നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു. രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ദയ മറുപടി ഒന്നും നൽകിയില്ല. അവൾക്കാകെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. താൻ ശീലിച്ചു പോന്ന ചുറ്റുപാടിൽ നിന്നും ഇടപഴകിയിരുന്ന ആളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തരായ ആളുകൾ. അവഗണനയിൽ നിന്നും അപമാനത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള മാറ്റം. അത് ഉൾക്കൊള്ളാൻ അവൾക്കല്പം സമയവും സാവകാശവും ആവശ്യമായിരുന്നു. ഒരു കപ്പ് ചായ തരട്ടെ? ദയ ഞെട്ടലോടെ ഇരുവശത്തേക്കും തല ചലിപ്പിച്ച് നിഷേധിച്ചു. എന്താ, ഞാൻ തന്നാ കുടിക്കില്ലേ? അത് വല്യമ്മ വഴക്ക് പറയും. മഹാലക്ഷ്മിക്ക് അവളോട് വല്ലാത്ത ദയ തോന്നി. അവളിലെ നിഷ്കളങ്കതയോട് ഒരുപാട് വാത്സല്യവും. അമ്മ ഒരു ഗ്ലാസ് ചായ കൊടുത്തേ. ഇവിടെ നിന്ന് ചായ കുടിച്ചതിന് തന്നെ ആരാ വഴക്ക് പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ.